ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായി തന്നെ അടിപൊളി ഒരു ഹാപ്പി ഓണം പറയുന്നു കേട്ടോ. ആക്ച്വലി ചിലപ്പോൾ ഇത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ പോലും അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് പുറത്തിറങ്ങിയേക്കുക കേട്ടോ. നമുക്കും വേണ്ടി ഒന്ന് ഓണാഘോഷം, അത് കാരണം പുറത്തിറങ്ങിയേക്കുവാണേ. അങ്ങനെ ഇന്ന് നമ്മൾ ഓഫൊക്കെ ആയിട്ട് വൈകുന്നേരം ഇറങ്ങിയേക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനായിട്ട്, ഔട്ടിംഗ് എന്ന് പറയാം. പിന്നെ ഫുഡൊക്കെ ഒന്ന് പുറത്ത് കഴിക്കണം. ചെറിയ ഷോപ്പിങ്ങൊന്നും ഉണ്ട് അല്ല ചായ. പുള്ളിക്ക് നാളെ പുള്ളി അധികം ഒന്നും സംസാരിക്കത്തില്ല. അങ്ങനെ പുറത്തിറങ്ങിയ പാടെ നമ്മൾ ഫോട്ടോഷൂട്ട് തുടങ്ങി കേട്ടോ. നമ്മുടെ ഹെസമോളെ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. അങ്ങനെ ഹെസമോളെ പിടിച്ച് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഇതൊക്കെ അവൾ വലുതായി കഴിയുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ, നല്ലൊരു മെമ്മറി അല്ലേ. അത് കാരണം തന്നെയാണ് കേട്ടോ മെയിൻ. നല്ല സ്ഥലം കേട്ടോ. ഉണ്ടോ മാവും കാര്യങ്ങളൊക്കെ വെച്ച് വിട്ട് വെച്ചിരിക്കുന്നത്, നല്ല രസമുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈന്തപ്പനകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചായ നമുക്ക് ഹെസമോളെ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഫോട്ടോഷൂട്ടിനായിട്ട് ഈന്തപ്പനേൻ്റെ ചുവട്ടിൽ നിന്നപ്പം ഹെസ മേളിൽ കിടക്കുന്ന ഈന്തപ്പഴം കണ്ടു കേട്ടോ. പുള്ളിക്കാരി പറിക്കണം. അങ്ങനെ അവളെ കൊണ്ട് പറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി നിൽക്കുവാണേ. ആൾക്കത് പറിച്ചു കൊടുത്തോളം പറഞ്ഞപ്പോഴത്തേക്ക് വലിയ ഹാപ്പി ആയിട്ടോ. സ്വന്തം കൈ കൊണ്ട് പറിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി. അങ്ങനെ കൊച്ചിനെ കൊണ്ട് പറപ്പിച്ചെടുത്തിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് മുമ്പോട്ട് പോവുകയാണേ. ശരിക്കും ഇപ്പം അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഇരുളിമ ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ല ഗൈസ്. അങ്ങനെ ഓപ്പോസിറ്റ് നമ്മുടെ മദീന സൈഡാട്ടോ. ഇതിൽ അണ്ടർ പാസിൽ കൂടെ വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ. ഇപ്പം അങ്ങോട്ട് പോകാനുള്ള വഴിയിലാണ് നിൽക്കുന്നത്. ഇന്ന് നമുക്ക് 2 പേർക്കും ശരിക്കും ഓഫ് കിട്ടി കേട്ടോ. കാരണം ഇവിടുത്തെ നമ്മുടെ നബിദിനമാണല്ലോ, അത് കാരണം കേട്ടോ. അല്ലാതെ ഓണം സ്പെഷ്യലായിട്ടൊന്നും കിട്ടിയതൊന്നുമല്ല. അങ്ങനെ നമ്മൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറി. ഓൾമോസ്റ്റ് എല്ലാ മലയാളി ഷോപ്പും അടച്ചു കേട്ടോ. കാരണം അത്രമാത്രം തിരക്കായിരുന്നു. നോർമൽ നമ്മുടെ സദ്യയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പള്ളിച്ചോറും ബിരിയാണിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ആക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണത്തിൻ്റെ കലാശക്കൊട്ട് തീർന്നു കേട്ടോ ഗൈസ്. എല്ലാവർക്കും വൺ മോർ ടൈം ഹാപ്പി ഓണം.